എടാ ലിയോണേ, നീ എവിടെയാടാ? ഞാൻ ബീച്ചിലുണ്ട് ചേട്ടായി. നിന്റെ വിവരമൊന്നുമില്ലല്ലോ. നിന്റെ ഈ ഷോർട്ട് ഫിലിം ഒക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട് ചേട്ടായി. പിന്നെ ചെറിയൊരു സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. എടാ ഈ കായലിന്റെ പശ്ചാത്തലൊരു സിനിമ എടുക്കാൻ എന്നെ വയസ്സാവൂടാ? അതിപ്പോ പറഞ്ഞ അതൊക്കെ നമുക്ക് ചെയ്യാന്നേ. അല്ല, ഒരു 3-4 സീറിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലേ നമുക്കൊന്ന് പ്ലാൻ ചെയ്യാന്നേ. നീ ഒരു പണി ചെയ്യേ, നീ നാളെ വൈകിട്ട് എന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ഇന്ന് വാ. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പം നിനക്കുള്ളൂ. മോളെ, ഇനി നീ അവനായിട്ട് ഒരു ബന്ധത്തിന് നിൽക്കണ്ട. കാശിന് വകയില്ല, കയറിക്കെടുക്കാൻ ഒരു കൂരയില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് നോക്കി. എന്നാലും കാര്യം കഴിഞ്ഞ് അവൻ ഇട്ടേച്ച് പോലെന്ന് എന്നാടി കൊച്ച ഉറപ്പ്? മോളെ, നീ ചേട്ടായി ഒന്ന് പറയുന്നത് കേക്ക്. നിന്റെ പ്രൊഫസർ, നമ്മുടെ ശില്പ, ലിയോൺ, ഇവരാരെങ്കിലും ഒരാൾ അവനെ പറ്റി നല്ലത് പറഞ്ഞോ? ഇല്ല. അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടായി അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചേനെ. ഇതിപ്പോ പക്ഷെ നമുക്ക് രണ്ടുപേർക്കും നല്ലതേ വരും. നൈസായിട്ടങ്ങ് ഒഴിവാക്കി കളഞ്ഞല്ലേ. എന്നെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി. എടാ മോനെ, നീ അവളെ ഇത്രയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിരുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ചെയ്തു പോയ തെറ്റിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്ത് പ്രായശ്ചിത്തം ഫാദർ? അവളുടെ ചേട്ടൻ എനിക്കറിയാം. ആനി എൻ്റെ ഒരു സ്റ്റുഡൻറ്റുമാണ്. അവളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചെന്നേ ഉള്ളൂ. എന്താ നിന്റെ ഉദ്ദേശം? കൊല്ലും, എല്ലാത്തിനെയും ഞാൻ കൊല്ലും. പേടിച്ചില്ലേ? പേടിക്കണ്ട. നിങ്ങളിൽ ഒരാളെ ഞാൻ ജീവനോടെ പുറത്തു വിടും. കാരണം ആനിയെ വിനു സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്ന് അവൾ അറിയണ്ടേ? അതാരാണെന്ന് ഞാൻ തീരുമാനിക്കും. നിങ്ങളിൽ ഏറ്റവും നന്നായി എനിക്കിഷ്ടപ്പെടുന്ന കഥ പറയുന്ന ഒരാളെ ഞാൻ പുറത്തു വിടാം. വെറും കഥയല്ല, നിങ്ങളുടെ പ്രണയകഥ. പ്രണയമാണല്ലോ നമ്മളെല്ലാവരും ഇവിടെ കൊണ്ടെത്തിച്ചത്. നാളെ എൻ്റെ ആനയുടെ മനസ്സമ്മതമാണ്. ആനയുടെ മനസ്സമ്മതം. അച്ചോ, ഈ തിരുവസ്ത്രം അണിയുന്നതിന് മുന്നേ അച്ഛനും അറിഞ്ഞിട്ടുണ്ടാവില്ലേ പ്രണയത്തിന്റെ മധുരം? ആദ്യം അച്ഛൻ പറ.